ഇന്റർ മയാമിയും PSG തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നത് നോക്കിക്കോ. ഇന്റർ മയാമിയെ പഞ്ഞിക്കിട്ട് കൊല്ലാനായിട്ട് പോവുകയാണ്, അടിച്ച് തൂഫാനാക്കും PSG എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുകയെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഒരുപാട് പേര് പറയുന്നത്, എസ്പെഷ്യലി മെസ്സി ഫാൻസ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 99% PSG ജയിക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ 1% മെസ്സിയിലുള്ള വിശ്വാസം, അത് ഒരു ഹോപ്പാണ്. അത് മെസ്സി എന്നുള്ള ഒരു പേരാണ് ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇനി സ്കോർ 90 പോലുള്ള പേജുകൾ കൊടുത്തുള്ള ഒരു പ്രൊഡിക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 88% PSG ജയിക്കുമെന്നും ഏകദേശം 18 അല്ലെങ്കിൽ 12% നമ്മുടെ ഇന്റർ മയാമി ജയിക്കും എന്നാണ് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണെന്നുള്ളതാണ് കേട്ടോ. എസ്പെഷ്യലി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSG ഗോൾ കീപ്പേഴ്സിൻ്റെ എൻറ്റയർ വാല്യൂ ഈ ഇന്റർ മയാമിയുടെ എൻറ്റയർ സ്കോഡ് വാല്യൂവും ഏകദേശം ഒപ്പത്തിനൊപ്പമാണെന്നുള്ളതാണ്. അതായത് ഇന്റർ മയാമിയുടെ 70 മില്യൺ ആണെന്നുണ്ടെങ്കിൽ അത് PSG ഗോൾ കീപ്പേഴ്സിന് അത്രയും ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ അപ്പോൾ സ്കോഡ് വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കി, ഇരട്ടി. ആ ടീമിനെതിരെ 12% വിന്നിങ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് ഉണ്ട് എന്ന് പലരും വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതുവരേക്കും ആ ക്ലബിനെ പുച്ഛിച്ചവരും കളിയാക്കിയവരും അവർക്കൊക്കെ എന്ത് പറ്റാനാണ്, എന്തിന് കൊള്ളാനാണ് ബർഗർ ലീഗ് എന്നൊക്കെ പറഞ്ഞവർ കുറച്ചൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. കാര്യം അവർ ഈ റൗണ്ട് ഓഫ് 16 എത്തിയിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടല്ല, അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെയാണെന്നുള്ളതാണ്. ഇനി മത്സരത്തിൽ എന്തായിരിക്കും ഉണ്ടാവാൻ പോകണമെന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? വാട്ട്സ് യുവർ പ്രൊഡിക്ഷൻ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.